സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഗുരുവിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗുരുവിന്റെ ജീവിതകാലം അവസാനിച്ചിട്ട് ഇപ്പോൾ ഒരു 100 വർഷം അടുക്കുകയാണ്. 1928 ഗുരു സമാധിയായത്. അതിനുശേഷം 100 വർഷം കഴിയാൻ പോവുകയാണ്. പക്ഷെ ഗുരുവിന്റെ കാലാതീതമായിട്ടുള്ള ജാതി മത വ്യത്യാസമില്ലാത്ത, വർണ്ണ വ്യത്യാസമില്ലാത്ത ആ ദർശനങ്ങള് ഇന്നും ഇത്രയും ലോകത്തിൽ ഇത്രയും റെലവെന്റ് ആയിട്ടുള്ള ദർശനങ്ങൾ വേറെ ഇല്ല. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഗുരുവിന്റെ ഞാൻ ഈ അടുത്ത് മുംബൈ യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തു, നാരായണ ഗുരുവിന്റെ ഫിലോസഫി. അപ്പൊ അതിനകത്തുനിന്ന് കിട്ടിയ ചെറിയ വിവരങ്ങളാണ് കുറച്ച് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പൊ ഗുരുവിന്റെ ദർശനങ്ങള്, ഫിലോസഫിയെ എട്ടായിട്ട് തരംതിരിക്കാം. അതിന് അഷ്ടതല തത്വ സംഹിത ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. 8 പാർട്ടാണ്. അതിൽ ആദ്യത്തെ 4 പാർട്ട് ഒന്ന് വിദ്യാഭ്യാസം. അത് ആദ്യത്തെ 4 മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആദ്യത്തെ 4 പാർട്ട്. അത് ഒന്ന് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. നമുക്കറിയാം ഈ വിദ്യാഭ്യാസം കൊണ്ട് ഗുരു ഉദ്ദേശിക്കുന്നത് നമ്മൾ പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിക്കുന്ന അതല്ല, ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം. വെളിച്ചമായിട്ടാണ് ഗുരു വിദ്യാഭ്യാസത്തിന് കാണുന്നത്. നമ്മുടെ മനസ്സിനെ ഉന്നതിലേക്ക് നയിക്കുന്ന, വഴി കാണിക്കുന്ന വെളിച്ചമായിട്ടാണ് വിദ്യാഭ്യാസത്തിനെ ഗുരു കാണുന്നത്. അപ്പം അതാണ് വിദ്യാഭ്യാസം. പിന്നെ ശുദ്ധി പറയുന്നത് ആന്തരികമായിട്ടുള്ള ശുദ്ധിയുണ്ട്, പുറമേക്കുള്ള ശുദ്ധിയുണ്ട്. ആന്തരികമായിട്ടുള്ള ശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ ഇത് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പറഞ്ഞൊരു താരതമ്യമാണ്. മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു കുരങ്ങിനെ പോലെയാണ്. ഇവിടുന്ന് ചാടി അവിടേക്ക്, അവിടുന്ന് ചാടി ഇവിടേക്ക്, പിന്നെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടും. അതല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോ ചിന്തകള് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ ആ കുരങ്ങിന് തേളും കൂടെ കടിച്ചാലോ? അപ്പൊ അതിന്റെ സ്ഥിതി ആലോചിച്ച് നോക്കും. അപ്പൊ അതാണ് നമ്മുടെ മനസ്സ്. അപ്പൊ അതിനെ ശുദ്ധീകരിച്ചിട്ട് അതിനെ ഏകാഗ്രമാക്കാനുള്ള, അതാണ് ശുദ്ധി, ആന്തരികമായിട്ടുള്ള ശുദ്ധി. ബാഹ്യമായിട്ടുള്ള ശുദ്ധി നമുക്കറിയാം. ബാഹ്യമായിട്ട് നമ്മൾ ശുദ്ധി കീപ്പ് ചെയ്യണം. ഒരാളെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പ്രസന്റ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കണം. പിന്നെ ഭക്തിക്ക് 2 ഇതുണ്ട്. ഒന്ന് ദൈവത്തിലുള്ള ഭക്തി, പിന്നെ ഏകാഗ്രത. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏകാഗ്രതയോട്, അതും ഭക്തി തന്നെയാണ്. അതാണ് ഉദ്ദേശിക്കുന്ന ഭക്തിക്ക് 2 വശങ്ങളുണ്ട്. ഇപ്പൊ സഹോദരനെ പോലുള്ളവരൊന്നും ഈശ്വരവിശ്വാസം ആയിരുന്നില്ല, പക്ഷെ പുള്ളി ചെയ്തിരുന്ന നല്ല കാര്യങ്ങളിൽ ഏകാഗ്രതയുണ്ടായിരുന്നു. അതാണ് ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സംഘടന, ഓർഗനൈസേഷൻ. അത് ഗുരു പറയുന്നത് സംഘടിച്ച് ശക്തരാവുന്ന ഒരു നമ്മളെടുത്ത് പറഞ്ഞതാണ്. സംഘടന കൊണ്ട് നമ്മള് ഒരാൾക്ക് 100 കിലോ വെയിറ്റ് ഉയർത്താൻ പറ്റുന്ന വിചാരിച്ചു. 2 എത്ര കിലോ ഉയർത്താൻ പറ്റും? 100 ഇല്ല, 150 കിലോ ഉയർത്താം. ശ്രമിച്ചാൽ പറ്റും. 2 പേരും കൂടി ശ്രമിച്ചാൽ 150 കിലോ ഉയർത്താൻ പറ്റും. അതാണ് സംഘടനയുടെ ശക്തി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിസ്ഡം അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായ ഉന്നതത്തിന് ഗുരുവിന്റെ ഫിലോസഫിയിലുള്ളത്. ഇനി മനുഷ്യരുടെ വ്യക്തി വികാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഫിലോസഫിയുടെ മറ്റ് 4 വശങ്ങൾ. ഇത് വളരെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വിഷനാണ് ഗുരുവിന്റെ. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ദർശനമാണ്. ലോകത്തിലെ വളരെ കുറവ് ഒരൊന്നും ഞാൻ പറയുന്നില്ല, തീരില്ല എന്ന് പറയുന്നില്ല, വളരെ കുറവ് സന്യാസിമാരൊക്കെ ഗുരുക്കന്മാരെ ഈ ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് വന്നിട്ടുള്ളൂ. ശ്രീനാരായണ ഗുരു അതിന് ഒരു ഉത്തമ നേതാവാണ്. അതായത് ഗുരുവിന്റെ വിഷനിലെ ദർശനത്തിലുള്ള ഒന്ന് കൃഷിയാണ്. കൃഷി ചെയ്യണം, കൃഷിയാണ് ജീവരാശിയുടെ വർദ്ധന, ഗുരു പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ കരകൗശലം, ഹാൻഡിക്രാഫ്റ്റ്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ കടകളെ കുറിച്ച് അതാണ് 2ാമത്തെ. 3ാമത്തെ കച്ചവടം, വ്യവസായം, അറിയാലോ, ഇൻഡസ്ട്രി. 4ാമത്തെയാണ് ശാസ്ത്രം, സാങ്കേതികം. അതിനുള്ള പ്രസന്റേഷൻ നമുക്ക് രാജേഷ് ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗുരുവിന്റെ. അപ്പൊ ഇതിനകത്ത് നമ്മുടെ SN ടെസ്റ്റിന്റെ
ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം ഈ രണ്ടാമത്തെ സെക്ഷൻ മനുഷ്യരുടെ ഓരോ മെമ്പർമാരുടെ വ്യക്തി വികസനത്തിനുള്ള ഒരു ആദ്യത്തെ ചവിട്ടുപടിയായിട്ടാണ് നമ്മൾ ഈ സെഷന് കാണുന്നത്. അപ്പോൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അതായത് ഗുരുവിന്റെ ആ ദർശനത്തിലുള്ള രണ്ടാമത്തെ 4 ഘടകങ്ങൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഓൾറെഡി കഴിയുമല്ലോ. വ്യക്തി വികസനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. നമ്മൾ എത്രയോ ബുദ്ധിയുള്ള ആൾക്കാരായിക്കോട്ടെ, എത്രയോ വിവരമുള്ള ആൾക്കാരായിക്കോട്ടെ, നമ്മളുടെ ഉള്ളിലിരിക്കുന്ന കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്താ കാര്യം? യാതൊരു കാര്യമില്ല. ഒരു ബുദ്ധിജീവിയുണ്ട്, നാട്ടിൽ ബുദ്ധിജീവി തോളിൽ സഞ്ചിക്ക് നടത്തി ഒരു 3-4 ന്യൂസ് പേപ്പറൊക്കെ വെച്ച് പുള്ളിക്ക് നടക്കുന്ന ഒരു വീഡിയോ വെച്ചിട്ട് പുള്ളിയൊന്നും കിട്ടൂല. അയാൾക്ക് ബുദ്ധിയുണ്ട്, അടൂർ സിനിമ കാണുന്നു. പക്ഷെ അത് പുറത്തേക്ക് വന്നാലല്ലേ അയാൾ ബുദ്ധിജീവി ആവുള്ളൂ. അതിന് കമ്മ്യൂണിക്കേഷന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഒരു ശാസ്ത്രജ്ഞൻ അയാൾക്കത് പ്രോപ്പറായിട്ട് വേൾഡിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ കാര്യമില്ല. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളുണ്ട്. പലർക്കും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പ്രത്യേകിച്ച് ഗുരു ഇംഗ്ലീഷിൽ അധികം ഇതുണ്ടായിരുന്നില്ല ഗുരുവിന്. പക്ഷെ ഗുരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചിരുന്നു. കാരണം എന്ന് വെച്ചാൽ ലോകം അറിയപ്പെടുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. അപ്പൊ ലോകത്തിലേക്ക് നമ്മൾ ലോകപുരുഷന്മാരായിട്ട് ലോകത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ഭാഷ വേണമെന്ന് ഗുരുവിന്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ നമുക്ക് പലർക്കും ഉണ്ട് ഒരു ഇൻഹിബിഷൻ ഉണ്ട്. ഇംഗ്ലീഷ് ഭാഷ എനിക്ക് വലിയ പ്രാവീണ്യം, അതുകൊണ്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ചില ഫീലിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ചോളൂ, ഒരു KG പഠിക്കുന്ന കുട്ടി, അതിന് എത്ര വാക്കറിയാം? മേ ബി ഒരു 10-20 ഇംഗ്ലീഷ് വാക്ക് പഠിക്കണം. അത് എത്ര ഫ്ലുവൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കഥ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞ് 1992 ആ സമയത്താണ് ബോംബെയിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഗോവയ്ക്ക് പോകുന്നില്ല. അപ്പോൾ ഗോവയിൽ വൈകിട്ട് ഈ ഒരു 9 മണിക്കാണ് ബസ്. അതിൽ ബസ്സിന് പോകണം. ഓൾമോസ്റ്റ് 12-14 മണിക്കൂർ എടുക്കും ഗോവയിലെത്താൻ. അതിൽ ബസ്സിൽ കയറിയിരുന്നു. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാണ്. ഭക്ഷണത്തിന് പിന്നെ വേറെ എവിടെയും നിർത്തില്ല. 9 മണിക്കാണ് ബസ്. ബസ്സിൽ കയറിയിരുന്ന് ബസ് മൂവ് ചെയ്ത് തുടങ്ങി. പക്ഷെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. ആ സമയത്ത് എൻ്റെ മുമ്പിലത്തെ സീറ്റിന്റെ മുകളിൽ നിന്ന് ഒരു ചെറിയൊരു 2 വയസ്സുണ്ടാവും ഒരു ചെറിയൊരു പെൺകുട്ടി, നല്ല സുന്ദരി കുട്ടി, കൈ മുകളിലേക്ക് ഇട്ടിട്ട് ടാറ്റാ ബൈ ബൈ എന്നൊരു ചിരി വെച്ചു. ഞാൻ ശരിക്കും വീണു. ഞാൻ ആ കുട്ടീൻ്റെ കൈ കാണിച്ചിട്ട് എടുത്തു. ആ കുട്ടി എൻ്റെ മടിയിലിരുന്ന് കുറച്ചു നേരം കളിച്ച് അത് പിന്നെ എൻ്റെ മടിയിൽ കയറുന്ന അടുത്ത സീറ്റിലാണ് ടാറ്റാ ബൈ ബൈ. അപ്പൊ അയാളെടുത്തു. അങ്ങനെ ഒരു 11-12 മണിയൊക്കെ ആയപ്പോഴേക്കും ഈ കുട്ടിയെ ബസ്സിലൊരു ഡിലൈറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. എല്ലാവരും അതിനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഈ കുട്ടിയുടെ അമ്മ മാത്രം കിടന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും അമ്മയ്ക്ക് കുറച്ച് സമാധാനം കിട്ടിയാണ് അവരുടെ കുടുംബം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടിയത്. ബാക്കി എല്ലാവരും ഒരു ഈ കുട്ടി ആ സെന്റർ ഓഫ് അട്രാക്ഷൻ ആകെ കൂടി ആ കുട്ടിക്ക് അറിയുന്ന ഭാഷ എന്താ? ടാറ്റ ബൈ ബൈ. ഈ 2 വാക്കുകൾ മാത്രമേ അറിയുള്ളൂ. എത്ര ഭംഗിയായിട്ട് ആ കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഇൻഹിബിഷന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. പ്രപഞ്ചത്തിന്റെ പല രഹസ്യങ്ങളും നമുക്ക് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നൊരു ബുക്ക് എഴുതിയിട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു. അദ്ദേഹത്തിന് ശരീരം മുഴുവൻ തളർന്നു വെച്ചിട്ടുണ്ട്. സംസാരിക്കാൻ പറ്റില്ല. ആകെ 2 വിരലിനൊക്കെ ഇളകും. അവിടെ ഒരു ബട്ടൺ പിടിച്ചിട്ട് ഒരു സ്പീക്കർ വെച്ചിട്ട് പുള്ളി സംസാരിക്കും. പക്ഷെ പുള്ളി അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്
ഈ പ്രപഞ്ചത്തിൽ എത്ര രഹസ്യങ്ങളാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ലോകത്തിലെ ശാസ്ത്രശാഖ ഇത്രയും സമാധി ചെയ്ത് വരാനില്ല. ഇതാണ് ഞാൻ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഗ്രാമറും ഇതൊക്കെ പഠിച്ച് വളരെ ഭംഗിയായിട്ട് അതിനൊന്നും ആവശ്യമില്ല. ഇത് അടുത്തത് കമ്മ്യൂണിക്കേഷൻ നമ്മൾ വളരെ പ്രോപ്പറായിട്ട് ചെയ്യണം. നമ്മളൊരിക്കലും ഒരാളോട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഒന്ന് ചിരിച്ച് വളരെ സൗമ്യമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് അവരെന്നെ ചെയ്തു തരും. അത് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ചെയ്യുമ്പോൾ ഞാനൊരു ചെറിയൊരു എക്സസൈസ് കൂടെ ചെയ്യട്ടെ. ഞാൻ ഒരാളെങ്ങനെ വിളിക്കാം, ഒരു ചേട്ടന് പോലും ഞാനൊരു കാര്യം രഹസ്യമായിട്ട് ചെയ്ത് പറഞ്ഞു. ഇതിന് ചൈനീസ് വിസ്പർ എന്നാണ് പറയുന്നത്. ചൈനീസ് വിസ്പർ. ഞാൻ അദ്ദേഹത്തോട് ഒരു ചെറിയൊരു പാരഗ്രാഫ് വായിക്കുന്നു. അത് പുള്ളി എന്ന് അടുത്താൾക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ അടുത്താൾക്ക് പറഞ്ഞു കൊടുക്കും, അടുത്താൾക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവസാനം അത് കേട്ടാലും ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് പറയാം. ആ കമ്മ്യൂണിക്കേഷൻ തരുന്ന വഴി അറിയാൻ വേണ്ടിയില്ല. ഓക്കെ, അടുത്തത് പറയും. ചേട്ടൻ മനസ്സിലാക്കിയത് മാത്രം അങ്ങനെ പറഞ്ഞു. സമാധാനമായി എന്റെ കാര്യത്തിൽ ചേട്ടൻ മനസ്സിലായ കാര്യം അങ്ങനെ പറഞ്ഞു കൊടുത്താണ്. പറഞ്ഞു തരട്ടെ, ഒരുപാട് കഥ പറഞ്ഞില്ല. സ്വന്തം ഭാര്യ വായിച്ചു ചുരുക്കി ഷോർട്ട് ഫോമാ പറഞ്ഞത്. ഇനിയും ചുരുങ്ങി. അവസാനത്തെ ആള് സ്റ്റേജ് എന്ന് പറയട്ടെ. മൈക്ക് കൊടുത്താലും മതി. മൈക്ക് കൊടുത്താലും മതി. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ്. ഇപ്പൊ കേട്ട് മനസ്സിലായ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി.
ഞാൻ ബോംബെ എയർപോർട്ടിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് ഞാൻ ഒരു സിഖ് ഗുരുദ്വാരയിലുള്ള ഒരു സിഖുകാരനെ പരിചയപ്പെട്ടു. പക്ഷെ ബോംബെ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് എല്ലാ ഫ്ലൈറ്റും ക്യാൻസലായി. ആൾ എന്നെ കൊണ്ടുപോയി ഫുഡും കാര്യങ്ങളെല്ലാം തന്ന് അവിടെ താമസിക്കാൻ സഹായിച്ച് പിറ്റേ ദിവസം തിരിച്ച് ഫ്ലൈറ്റ് എടുത്ത് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അത്രയാണ്. താങ്ക് യു. ഇനി ഞാൻ ആദ്യം ചേട്ടന് വായിച്ചു കൊടുത്തത് എന്റെ പുസ്തകത്തിൽ തന്നെയുള്ളതാണ്. ഒരു ചെറിയൊരു പാരഗ്രാഫാണ്. അത് ഞാൻ വായിക്കാം. ഗുരുദ്വാരയുടെ പുറകിൽ വിതരണം ചെയ്തിരുന്ന നല്ല ചൂടുള്ള കിച്ചടി കഴിച്ചപ്പോൾ അതുവരെ പേറി നടന്നിരുന്ന ക്ഷീണം പമ്പ കടന്നു. സിഖ് ഗുരുദ്വാരയിലെ ആ ഊഷ്മളമായ ഭക്ഷണ വിതരണം എന്റെ മനസ്സിനെ 90കളിൽ ബോംബെ വിമാനത്താവള പരിസരത്ത് വെച്ച് കണ്ട വികാര നിർഭരമായ നിമിഷങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുവൈറ്റ് യുദ്ധം നടക്കുന്ന സമയത്ത് വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ മരുഭൂമികൾ താണ്ടി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ബോംബെ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയിരുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് രുചിയേറിയ ഭക്ഷണം സ്നേഹപൂർവ്വം നൽകി സ്വീകരിക്കുന്ന സർദാർജി ജവഹർലാൽ. ആ ഭക്ഷണം ആർത്തിയോടെ കണ്ണീരിനൊപ്പം കഴിക്കാൻ പാടുപെടുന്ന പ്രവാസികൾ, സഹജീവികളെ ആപൽഘട്ടങ്ങളിൽ ചേർത്ത് വയ്ക്കാനുള്ള സിഖ് സമൂഹത്തിന്റെ മഹാമനസ്കത അന്ന് എന്റെ മനസ്സിൽ ആദരപൂർവ്വം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ്. വാഹേ ഗുരു. ഇപ്പൊ മനസ്സിലായില്ലേ ഈ പ്രോപ്പർ കമ്മ്യൂണിക്കേഷന്റെ ആവശ്യകത മനസ്സിലായില്ലേ? ഇതാണ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോൾ വളരെ നമ്മൾ കുറച്ച് നേരത്തെ വക്കീലിനോട് പ്രസംഗിച്ചു, ദിലീപയുടെ പ്രസംഗിച്ചു. അവര് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലെത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിടക്കുന്നു പറഞ്ഞു ഇത്ര സമയം കഴിഞ്ഞിട്ടും. അതാണ് കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രത്യേകതയാണ്. ഇതുപോലെ ആവുമ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അതാണ് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനിയിപ്പോൾ സമയക്കുറവുണ്ട്, അടുത്ത ഇതിലേക്ക് കടക്കാം. അടുത്തത് ഞാൻ എനിക്ക് കുറച്ച് പറയുന്നത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയാണ്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയ കുട്ടി ഭൂമിയിൽ ജനിക്കുമ്പോൾ വളരെ ഫോർമാറ്റഡ് ട്രെയിനാണ്. കുട്ടികൾ വളർന്നു വരുമ്പോൾ എത്ര കോൺഫിഡൻസോടുകൂടിയാണ് കുട്ടികൾ ആൾക്കാർ വരുമ്പോൾ പെരുമാറുക. വളരെ കോൺഫിഡൻസ് ആയിരിക്കും കുട്ടികൾക്ക്. അവരുടെ മനസ്സിൽ യാതൊരു രീതിയിലുള്ള അഴുക്കുകളോ അല്ലെങ്കിൽ ഒരു ഇൻഹിബിഷൻസ് ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് വളർന്നു വലുതായി കഴിയുമ്പോൾ പല കുട്ടികളും നമുക്കാണ് വളരെ ടിമിഡായിട്ട് കോൺഫിഡൻസ് കുറഞ്ഞ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വന്ന് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത്? അത് നമ്മൾ വളരെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പ്രശ്നങ്ങളാണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് നമ്മൾ ആരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ ഇതിനൊരു ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്, വളരെ സിമ്പിൾ ടേംസിലുള്ള സൈക്കോളജിക്കൽ അപ്രോച്ച് ഞാൻ പറഞ്ഞത്. നമ്മുടെ മനസ്സിൽ രണ്ട് തരം ഫീലിങ്സ് ഉണ്ട്. ഒന്ന് ഐ എം ഓക്കെ എന്നുള്ള ഫീലിംഗ്. സുരേഷ് എപ്പോഴും പറയും ഓക്കെ എന്ന് പറയുന്നതാണ് സുരേഷ്. ഭയങ്കര കോൺഫിഡൻസ് ഉള്ളതാണ്. രണ്ട് തരം. രണ്ടാമത്തെ ഫീലിംഗ് ആണ് ഐ എം നോട്ട് ഓക്കെ, ഞാനൊന്നും കൊള്ളില്ല, ഐ എം നോട്ട് ഓക്കെ. ഈ രണ്ട് ഫീലിങ്സിന്റെ ഒരു മിക്സ് ഇതാണ് നമ്മുടെ മനസ്സ്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു 90% ഓക്കെ ഫീലിങ്ങും 10% നോട്ട് ഓക്കെ ഫീലിംഗും ആണെങ്കിൽ കുഴപ്പമില്ല. 100% ഓക്കെ ഫീലിംഗുള്ള ആൾക്കാർ വളരെ കുറവാണ്. കാരണം നമ്മൾ ജനിച്ചു എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ 90-10 ഒരു ആള് നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള ആളായിരിക്കും. ഞാനിപ്പോൾ ഈ അടുത്ത് ഓഫീസിലിരിക്കുമ്പോൾ വളരെ സ്മാർട്ടായിട്ടൊരു പയ്യൻ വന്ന് നോക്ക് ചെയ്ത് കയറുന്നു. ഇതൊക്കെ നല്ല വെൽ ഡ്രസ്ഡ്. ആ പേഴ്സണാലിറ്റി നമുക്കറിയാം അയാൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അയാൾ ഞാൻ റേറ്റ് ചെയ്യുന്ന 90 ഓക്കെ ഫീലിങ്ങും 10 നോട്ട് ഓക്കെ ഫീലിങ്ങും. അപ്പോൾ ചിലർക്ക് 50-50 ആയിരിക്കും. ചിലർക്ക് 60% നോട്ട് ഓക്കെ ഫീലിംഗ് ആയിരിക്കും, 40% ഓക്കെ ഫീലിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് തരംതിരിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു, നിങ്ങളുടെ മനസ്സിൽ നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് തന്നെ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ചു, നിങ്ങളുടെ മനസ്സിൽ എത്ര ഓക്കെ ഫീലിംഗ് ഉണ്ട്, എത്ര നോട്ട് ഓക്കെ ഫീലിംഗ് ഉണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഓക്കെ ഫീലിംഗ് കൂട്ടാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒരു നിമിഷം ചിന്തിച്ചിട്ട് ആലോചിച്ചു നോക്കും എത്രയുണ്ട് നിങ്ങളുടെ തന്നെ. നിങ്ങൾക്ക് സ്വയം അനലൈസ് ചെയ്യാമോ എന്ന് ആലോചിച്ചു നോക്കും. ഇനി ഈ ഓക്കെ ഫീലിംഗ് അല്ലെങ്കിൽ നോട്ട് ഓക്കെ ഫീലിംഗ് ആണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്.
ഒരു സൈക്കോളജി ഒരു വേറൊരു അപ്രോച്ചാണ്. അതായത് നോട്ട് ഓക്കെ ഫീലിംഗ് ഒരു ടെർമിനോളജി ഇട്ടിരിക്കുന്നത്. ഈ നോട്ട് ഓക്കെ ഫീലിംഗ് എങ്ങനെയാണ് ഈ കൊച്ചുകുട്ടി വളർന്നു വരുമ്പോൾ അവരുടെ മനസ്സിൽ ഇമ്പെഡ് ആവണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ ഇൻസിഡന്റ് പറയാം. ഒരു ചെറിയ കുട്ടി 3 വയസ്സ് 4 വയസ്സ് പ്രായമുണ്ട്. നല്ല മഴ പെയ്യുന്നു. അവന് പുറത്തുപോയി മഴയത്ത് പോയി കളിക്കണം. അപ്പൊ വാതിൽ തുറന്നു കൊടുത്താൽ അത് പോകാൻ പറ്റുള്ളൂ. വീട്ടിൽ ഭയങ്കര വെള്ളം, വാതിൽ തുറക്കണം, അവന് മഴയത്ത് കളിക്കണം. അപ്പൊ അമ്മ പറഞ്ഞാൽ പോകാൻ പറ്റില്ല, മഴയത്ത് വിടില്ല, അട്ടന്ന് കഴിച്ചു, നീ മഴയത്ത് പോകാൻ പറ്റില്ല. അച്ഛൻ വന്ന് എടുത്ത് 2 അടി അടിച്ചു. അത് മൂപ്പര് ഇതിലൊക്കെ പറഞ്ഞു. അത് ഈ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് അവനെ മഴയത്ത് വിടാത്തത്, കളിക്കാൻ വിടാത്തത്. അവന് മനസ്സിലായിട്ടില്ല. പക്ഷെ അവനത് ഡിലേ ചെയ്തു, ദേഷ്യപ്പെട്ടു. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും തോന്നുന്നു? ഐ എം നോട്ട് ഓക്കെ, എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടല്ലേ അച്ഛനെ തല്ലിയത്. ഞാൻ എവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് 4 വയസ്സുള്ളപ്പോ അച്ഛനെന്നെ അടിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്തിനാണെന്ന് പറയുമോ? അടുത്ത് ഇരുന്ന് 2 വയസ്സുള്ള അനിയൻ കളിക്കുന്നുണ്ട്. അത് ഉറുമ്പ് കഴിച്ചിട്ട് അവൻ. അപ്പൊ ആരെങ്കിലും വന്ന് നോക്കിക്കഴിഞ്ഞാല് എനിക്ക് അടിക്കാൻ ഉറക്കട്ടെ. അപ്പൊ അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അന്ന് എന്റെ മനസ്സിൽ വന്നിട്ടുള്ള നോട്ട് ഫീലിംഗ് അതിങ്ങനെ മനസ്സിലായിട്ട് ഇതെങ്ങനെ കളക്ട് ചെയ്യും. ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഇൻസിഡൻസ് നമ്മുടെ മനസ്സിൽ കളക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾക്ക് ആ ഇൻഫീരിയർ കോൺസോൾ വളർന്നു വലുതാവുകയും നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു കോസ് മനസ്സിലായിട്ട് ഇനി ഇതിന്റെ റെമഡി എന്ത് ചെയ്താൽ നമുക്ക് ആ ഫീലിംഗ് കുറച്ച് കൊണ്ടുവരാറുണ്ട്. 2 മാർഗങ്ങളാണ്. 2 മാർഗം. ഒന്ന് പാറ്റ് യുവർസെൽഫ്. നിങ്ങളെ തന്നെ അഭിനന്ദിക്കാം. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റീവ് എന്തെങ്കിലും നല്ല കാര്യമില്ല, അപ്പോൾ അത് നന്നായിട്ട് ചെയ്യുന്നത് സ്വയം അഭിനന്ദിക്കുക. അതിങ്ങനെ റെഗുലർ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും നമ്മൾ ഒരു നല്ല കാര്യം ചെയ്താൽ നമ്മൾ തന്നെ നമ്മളെ അഭിനന്ദിക്കുക. ലവ് മീ എന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ തന്നെ അഭിനന്ദിക്കുക. അതിങ്ങനെ കണ്ടിന്യൂസ് ആയി കഴിയുമ്പോൾ നമ്മൾ ആ നോട്ട് ഫീലിംഗ് കുറച്ച് കെട്ടഴിഞ്ഞ് പോയിക്കോളും. രണ്ടാമത്തത് ഗെറ്റ് ബാക്ക് ഫ്രം അതേഴ്സ്. ഞാനൊരു നല്ല കാര്യം ചെയ്തു. ഇപ്പോഴത്തെ ചെറിയ കുട്ടികളൊന്ന് പഠിക്കാം. ഇപ്പൊ ചെറിയ കുട്ടികളാണില്ലേ, ഏതെങ്കിലും വീട്ടിൽ കയറി ചെല്ലുമ്പോഴേക്കും ഒരു വരച്ച പടർന്നുകൊണ്ട് അങ്കിൾ ഞാൻ വരച്ചുകൊണ്ട് കൊണ്ടുവരുന്നത് കാണിച്ചു. അപ്പൊ നമ്മൾ നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് നമ്മൾ പറയും. അത് കേൾക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ കോൺഫിഡൻസ്